ഇറാനെ സംബന്ധിച്ചിടത്തോളം അടുത്ത 72 മണിക്കൂർ അത് വളരെയധികം പ്രധാനമാണ് എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇറാനിൽ സകലയിടത്തും പ്രതിഷേധമാണ്. പ്രതിഷേധം 21 പ്രവിശ്യകളും കടന്ന് അങ്ങിങ്ങായി അലയടിക്കുകയാണ്. ഖമേനിയുടെ ചിത്രങ്ങൾ എല്ലായിടത്തും കത്തിക്കുന്നു, കോലങ്ങൾ കത്തിക്കുന്നു, പ്രതിമകളിൽ ചെരിപ്പടികൾ നടത്തുന്നു. അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യുന്നു. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ഇറാനിൽ ആരംഭിച്ച പ്രസ്ഥാനം തുടർച്ചയായി അക്രമാസക്തമായ രൂപം കൈവരിച്ചു വരികയാണ്. പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും എന്ന വിഷയത്തിൽ ആരംഭിച്ച പ്രസ്ഥാനത്തിൽ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയെ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമായി ഉയർന്നു വന്നിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇറാൻ സ്വാതന്ത്ര്യം ലഭിക്കാൻ സഹായിക്കാൻ അമേരിക്ക തയ്യാറാണ് എന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇറാനിലെ വിവിധ നഗരങ്ങളിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ നിരവധി പേർ മരിക്കാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയുണ്ട്. സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നതിനായി ജനുവരി 7 മുതൽ ഇന്റർനെറ്റ് മൊബൈൽ സേവനങ്ങൾ നിരോധിച്ചിരിക്കുന്നു. ടെഹ്റാൻ, തബ്രീസ്, മഷാദ് എന്നിവയുൾപ്പെടെ 100 നഗരങ്ങളിൽ തീവ്രമായ ആക്രമണം നടക്കുന്നു. മറുവശത്ത് പ്രസ്ഥാനത്തിന് പിന്നിൽ വിദേശ ശക്തികളാണെന്ന് സുപ്രീം നേതാവ് അയത്തുള്ള ഖമേനി ആരോപിക്കുന്നു. പ്രസ്ഥാനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ ദൈവത്തിന്റെ ശത്രുക്കളാണ് എന്നും അവർക്ക് വധശിക്ഷ പോലും ലഭിച്ചേക്കാമെന്നും ഇറാൻ സർക്കാർ പ്രതിഷേധക്കാർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. എന്നിട്ട് പോലും പ്രതിഷേധം കൂടുതൽ ശക്തി പ്രാപിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇറാൻ സ്വാതന്ത്ര്യം നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞ അവസരം മുതലെടുത്തുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാനിയൻ പ്രസ്ഥാനത്തെ അമേരിക്കയും തുടർച്ചയായി പിന്തുണയ്ക്കുന്നു. അടുത്തിടെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രതിഷേധക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അത്തരമൊരു സാഹചര്യത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഇറാൻ സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. അധികാരമാറ്റത്തിന് അമേരിക്ക തയ്യാറാണെന്നും അമേരിക്ക അതിന് സഹായിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാനെ സ്വതന്ത്രരാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നാണ് അമേരിക്ക പറയുന്നത്. മുൻ ഇറാനിയൻ രാജകുമാരൻ റസാ പഹ്ലവി നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളിൽ ഇനി ജനങ്ങൾ കൈവശപ്പെടുത്തണം എന്ന് ആഹ്വാനം ചെയ്തു. തെരുവിലിറങ്ങുക മാത്രമല്ല നമ്മുടെ ലക്ഷ്യമെന്ന് ശനിയാഴ്ച പഹ്ലവി പറഞ്ഞിരുന്നു. നഗരങ്ങളിലെ പ്രധാന കേന്ദ്രങ്ങൾ കൈവശപ്പെടുത്തുക, നിലവിലെ അധികാരികളിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിന് രാജ്യത്തുടനീളം വലിയ തോതിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കണം, സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ജീവനക്കാർ പണിമുടക്കണം, ഗതാഗതം, എണ്ണ, വാതകം തുടങ്ങിയ മേഖലകളിലെ ജീവനക്കാർ ജോലി നിർത്തിയാൽ സർക്കാർ മുട്ടുകുത്തും. അന്താരാഷ്ട്ര പിന്തുണയും പഹ്ലവി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇടപെടാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.